നിന്നും തിരുവനന്തപുരത്തേക്ക് വന്നാൽ മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ പാളിയതോടെ സംസ്ഥാനത്തെമ്പാടും കടുത്ത ആശങ്കയുണ്ടെന്നുള്ള റിപ്പോർട്ട് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നുണ്ട്. കാലവർഷം നേരത്തെ എത്തിയതോടെ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമോ എന്നതാണ് ജനങ്ങളുടെ ആശങ്ക. കോളറയ്ക്ക് പുറമെ ഡെങ്കുവിനും എലിപ്പനിക്കുമെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പിന് നിർദ്ദേശവുമുണ്ട്. ശ്രീനന്ദ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീനന്ദ, നമുക്ക് ഈ മഴക്കാലം എന്ന് പറയുന്നത് കുറച്ചു കാലമായ ആശങ്കയുടെ നാളുകളാണ്. അതിന് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മലയോര മേഖലയിലേക്കുള്ള മണ്ണിടിച്ചിലും ഒക്കെയാണ്. ഒപ്പം കള്ളക്കടൽ പ്രതിഭാസവും ഇങ്ങനെ വരുന്നു. പക്ഷേ എല്ലാ കാലവും നിലനിൽക്കുന്നൊരു ആശങ്കയുണ്ട്. മഴക്കാലപൂർവ്വ ശുചീകരണങ്ങൾ കൃത്യമായി നടത്തിയില്ല എങ്കിൽ നഗരപ്രദേശങ്ങളിലടക്കം ഉണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ, വെള്ളത്തിൽ കോളറയുടെ സാന്നിധ്യം അടക്കം നമുക്കിപ്പോൾ പലപ്പോഴായി പലയിടത്തായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഘട്ടം കൂടിയുണ്ട്. ഒപ്പം എലിപ്പനി, ഡെങ്കിപ്പനി പോലെയുള്ള പനികൾ, പലതരത്തിലുള്ള പകർച്ചപ്പനികളൊക്കെയും പടർന്നു പിടിക്കുന്ന സാഹചര്യം വലിയ ആശങ്കയായി നമ്മുടെ ആരോഗ്യരംഗവും മാറി നിൽക്കുന്ന ഒരു ഘട്ടമാണ്. ഇപ്രാവശ്യവും കാലവർഷം നേരത്തെ എത്തും എന്ന സൂചന നേരത്തെ തന്നെ ലഭിച്ചിട്ടും ഇപ്പോഴും ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാത്ത ഇടങ്ങളുണ്ട് എന്നാണ് റിപ്പോർട്ട്. ശ്രീനന്ദ, വിവരങ്ങൾ. വീണ, അതിശക്തമായ മഴയാണ് സംസ്ഥാനത്തൊട്ടാകെ കേരളത്തിലുടനീളം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ എല്ലാ ജില്ലകളിലും അലേർട്ടുകളെല്ലാം തന്നെ, ജാഗ്രതാ നിർദ്ദേശങ്ങളെല്ലാം തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് പറയുന്നത് എന്തായാലും നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം മഴക്കാലമാണ്. ശുചീകരണ പ്രവർത്തനങ്ങളാണെങ്കിൽ വീണ പറഞ്ഞതുപോലെ തന്നെ എല്ലായിടത്തും കാര്യക്ഷമമായി നടക്കുന്നില്ല എന്നൊരു ആക്ഷേപം കൂടി വരുന്നുണ്ട്. ആരോഗ്യവകുപ്പ് കുറച്ച് നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. വെള്ളക്കെട്ടിൽ ഇറങ്ങുന്ന ആൾക്കാരോട് കൈകാലുകളെല്ലാം തന്നെ വൃത്തിയാക്കിയ ശേഷം മാത്രം അടുത്ത ജോലികളിലേക്ക് കടക്കുക, അല്ലെങ്കിൽ വീടുകളിലേക്ക് പോവുക എന്നൊരു നിർദ്ദേശം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ എലിപ്പനി ബാധയുള്ളതിനാൽ വെള്ളക്കെട്ടിൽ ഇറങ്ങുന്നവർ എലിപ്പനി ബാധയ്ക്കുള്ള അല്ലെങ്കിൽ പ്രതിരോധത്തിനുള്ള ഗുളിക കഴിച്ച ശേഷം മാത്രം വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങുക എന്നൊരു നിർദ്ദേശം കൂടി ആരോഗ്യവകുപ്പ് നൽകുന്നുണ്ട്. സ്കൂളുകൾ തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. ഈ ഒരു ആരോഗ്യവകുപ്പ് ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം തുടങ്ങാൻ വേണ്ടി പോകുന്നതെന്ന് നമുക്ക് പറയാം. കാരണം ഇതുവരെയും നിരവധി സ്ഥലങ്ങളിൽ, ആമയിഴഞ്ചാൻ തോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഈ ഒരു വേസ്റ്റ് അല്ലെങ്കിൽ മാലിന്യങ്ങൾ കെട്ടിക്കിടക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം അത് റിപ്പോർട്ട് ചെയ്തിരുന്നു. വൃത്തിയാക്കുന്നുണ്ട്, എന്നാലും വൃത്തിയാക്കൽ ഒന്നും തന്നെ പൂർണ്ണമായി വൃത്തിയാക്കുന്നില്ല എന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും ഡെങ്കിപ്പനി, കോളറ അങ്ങനെയുള്ള നിരവധി രോഗങ്ങളാണ് ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ പടരും അല്ലെങ്കിൽ ഉണ്ടാകും എന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നിരവധി പേർക്ക് കോളറ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുണ്ട്. എന്തായാലും എന്നിട്ടുകൂടി ഇത്രയും രോഗവ്യാപനം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ആരോഗ്യവകുപ്പ് ഇത് കാര്യക്ഷമമായി എടുത്ത ഈ ഒരു മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ മുൻപ് തന്നെ ആരംഭിക്കാത്ത എന്നൊരു ചോദ്യമാണ് ഉന്നയിക്കുന്നത്. കാരണം ഇപ്രാവശ്യം ഏറ്റവും മുൻപാണ് ഇവിടെ മഴക്കാലം എത്തിയത്. 15 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും നേരത്തെ മഴക്കാലം എത്തുന്ന ഒരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാകുന്നത്. അതിനു മുൻപ് വേനൽ മഴ പെയ്യുന്ന സമയത്ത് തന്നെ ആരോഗ്യവകുപ്പിന് അതുപോലെ തന്നെ മറ്റ് അധികൃതർക്കും മഴക്കാലം എത്താറായി അല്ലെങ്കിൽ സ്കൂളുകൾ തുറക്കാറായി എന്നൊരു കാര്യം അറിയാവുന്നതാണ്. എന്നിട്ടുകൂടി എന്തുകൊണ്ടാണ് ഇത്രയും വൈകിപ്പിച്ചുകൊണ്ട് ഈ ഒരു ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ ആരംഭിച്ചത് എന്നൊരു ചോദ്യം നാട്ടുകാരും അതുപോലെ തന്നെ സ്കൂൾ തുറക്കുന്ന സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ മാതാപിതാക്കളും ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും കോളറ അങ്ങനെയുള്ള മറ്റ് രോഗങ്ങളെല്ലാം തന്നെ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ പൂർത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇന്നലെ ആരോഗ്യവകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അവരോട് മുൻകരുതലുകളായി നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരോട് ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്താനും അതുപോലെ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ അസൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ തീർത്ത് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുമെന്നുകൂടി ആരോഗ്യവകുപ്പ് ഇന്നലെ പറയുകയുണ്ടായി. വീണ. ഓക്കെ, ശരി ശ്രീനന്ദ.